പോകുന്ന നോക്കണം, ഒന്ന് ശ്രദ്ധിച്ചോണം. ശരി ഓക്കെ, താങ്ക്സ് ഡാ. ഇത് വെച്ചോ. എടാ നമ്മുടെ ജഗദീഷാടാ വിളിക്കുന്നത്. എടാ പറയടാ. എടാ കോട്ടി വിമൻസ് കോളേജ് ടോപ്പറാണല്ലേ, കാലിക്കറ്റ് NIT സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. എടാ ഇനി അവള് വേറെ ഏതെങ്കിലും NIT ജോയിൻ ചെയ്തോടാ. എടാ ആ പെണ്ണിന് ഈ പറയുന്ന മാർക്കൊന്നുമില്ല. എടാ ജഗദീഷ് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് പറയടാ പ്ലീസ് ഡാ. എടാ നോക്കിയതാടാ, അപ്പൊ തന്നെ ആ പെണ്ണ് ഏതോ സാധാരണ കോളേജ് ജോയിൻ ചെയ്ത് കഴിഞ്ഞതാ. എടാ മനു, നീ കേൾക്കുന്നുണ്ടോ? ആ പെണ്ണിനെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇവളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്. എന്താ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പോകണം? ഡാ ട്രെയിൻ ഇപ്പൊ പോകൂടാ. ഡാ മനോ, ജനിക്ക് വേണ്ടി ജേണി ചേഞ്ച്. ആക്ച്വലി ഞാൻ എന്റെ കോളേജ് ടോപ്പറാ. മറ്റൊരു കാര്യം അറിയാവോ? എന്താ കാര്യം? ലെക്ചറേഴ്സ് ഒക്കെ എന്നെ കണ്ടിട്ടാ ക്ലാസ് എടുക്കാറ്. ഹലോ യെല്ലോ ചുരിദാർ മാഡം, നിങ്ങളെ തന്നെ. എന്റെ ഈശോയെ, ഇവനെന്താ ഇവിടെ? ഹലോ മാഡം, കാലിക്കറ്റ് NIT തന്നെയല്ലേ? എന്റെ ജനി, എന്തായാലും കൊള്ളാം, ഒരുപാട് കറങ്ങി അവസാനം ഞാൻ ഇവിടെ തന്നെ എത്തിപ്പെട്ടു. അല്ല, ഇത്രയും ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ടും ഒരു ദൈവം പോലും ഹെൽപ്പ് ചെയ്തില്ലേ? അതെ, മാഡം ചുമ്മാ ടൈം പാസിന് എക്സാം എഴുതിയത്. നല്ല റാങ്കാ കിട്ടിയിരിക്കുന്നത്, ഫാൻസി നമ്പർ 27,999 ഓൺലി. അതെ, നിർത്ത്. നമ്മൾ പല കാര്യം പറയും, എല്ലാം നടക്കണമെന്നുണ്ടോ? നീയും എന്റെ അടുത്ത് ലെറ്റ്സ് മീറ്റ് ഇൻ കാലിക്കറ്റ് NIT വലിയ ഡയലോഗ് അടിച്ചായിരുന്നല്ലോ, സീറ്റ് കിട്ടിയ പോലെ. എന്തോ എനിക്ക് വേണ്ടി താൻ സാക്രിഫൈസ് ചെയ്ത പോലെയാണല്ലോ നിന്റെ വർത്താനമൊക്കെ കേട്ടാ. പോയി ഇരിക്കാൻ നോക്കടോ. ശരി, മാറി നിൽക്ക്. ഹായ്, ഐ എം മനു ദുർഗരാജ്. എന്റെ ഈശോയെ, ഇവനെ 3 വർഷം ഇനി സഹിക്കണല്ലോ. ഐസെറ്റിൽ സ്റ്റേറ്റ് റാങ്ക് ഹോൾഡർ നമ്മുടെ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെ സാർ. ഇൻട്രസ്റ്റിംഗ്. എന്നാ നമുക്ക് എന്ന് കാണാം. Sure, sir. So, passing is having counter, which can executing secret. Good morning. Sir. Sit down. Mr. Manu Durgaraj. Who is Mr. Manu Durgaraj? യെസ് സർ. ഐസെറ്റിൽ സ്റ്റേറ്റ് റാങ്ക് ഹോൾഡറായ താൻ ഈ കോളേജിൽ ജോയിൻ ചെയ്യാൻ കാരണം? അതേപോലെ നിംസെറ്റിലും 16th റാങ്ക് ഉണ്ട്. ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടി ഈ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് സർ. അതുകൊണ്ടാ ഞാനിവിടെ ജോയിൻ ചെയ്തത്. വാട്ട്? പ്രേമിച്ച പെണ്ണിന് വേണ്ടി കോളേജിൽ ജോയിൻ ചെയ്തെന്നോ? താൻ എത്ര വലിയ അബദ്ധമാണ് ചെയ്തിരിക്കുന്നറിയോ? NITയിൽ നീ MCA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് MNC വേണമെങ്കിലും തനിക്ക് ജോലി കിട്ടും, 6 ഡിജിറ്റ് സാലറിയോടെ. ലൈഫ് എത്ര ലക്ഷറി ആവുമെന്നറിയോ? അറിയാം സർ. MNCയിലെ ജോബ്, 6 ഡിജിറ്റ് സാലറി, ലക്ഷറി ലൈഫ്. അങ്ങനെ നമ്മുടെ ലൈഫിൽ എത്ര ഉയരത്തിലോട്ട് പോയാലും നമ്മൾ പ്രണയിക്കുന്ന പെൺകുട്ടി കൂടെയില്ലെങ്കിൽ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല സർ. ഇപ്പോഴത്തെ യൂത്തിന്റെ പ്രോബ്ലം ഇതാണ്. ലവ് എന്ന ട്രാഷിൽ പിടിച്ച് അതാണ് ലൈഫ് എന്ന് കരുതി കരിയർ തന്നെ സ്പോയിൽ ചെയ്യും. ലവ് ഇസ് സ്ക്രാപ്പ്. സാർ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ എന്റെ പ്രണയം മോശമാണെന്ന് പറയരുത് സർ. വിത്ത് യുവർ പെർമിഷൻ, നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് അല്ലേ? ഹൂ ഇൻവെന്റഡ് ഗൂഗിൾ? Larry Page and Sergey Brin, sir. ഓൺലി വൺ. താങ്ക് യു. ദേവദാസിന്റെ കാമുകിയുടെ പേരെന്താ? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഗൂഗിൾ ആരാ കണ്ടുപിടിച്ചെന്ന് നമുക്കറിയില്ല, പക്ഷേ ഏതോ കാലത്ത് റിലീസ് ചെയ്ത ദേവദാസ് എന്ന് പറഞ്ഞ സിനിമയിലെ കാമുകിയുടെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം സാർ. അതാണ് സാർ പ്രണയത്തിന്റെ ശക്തി. രാമൻ സീതയ്ക്ക് വേണ്ടി പാലം പണിതില്ലേ? ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ വരെ പണിതു. ഞാൻ എന്ത് ചെയ്തു സാർ? ആഫ്റ്റർ ഓൾ ഒരു NIT സീറ്റ് മാത്രമല്ലേ കളഞ്ഞുള്ളൂ. ഈ ലോകത്തിലെ 1 രൂപ പൂ മുതൽ 100 കോടി രൂപ ടേൺ ഓവർ വരെ വരുന്നത് ഈ ഒരു പ്രണയം കൊണ്ടാണ് സാർ. നമ്മുടെയൊക്കെ ക്ലാസ് റൂമിലെ ബ്ലാക്ക് ബോർഡിൽ ഫോർമുലാസ് ഇല്ലാതിരിക്കാം, പക്ഷെ ബെഞ്ചിന് മേലെ ഉറപ്പായിട്ട് ലവ് സിമ്പിൾ കാണും സാർ. പ്രണയം ഇല്ലാതെ ജീവിതമില്ല സാർ, സൃഷ്ടിയും. Silence. പ്രേമത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞല്ലോ. തന്നെയല്ല, പ്രേമിക്കുന്ന പെണ്ണ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു. മേ നോ ഹർ നെയിം? ടെൽ മീ. എന്താ സൈലന്റ് ആയി പോയല്ലോ? ആൻസർ ഇല്ലേ? പ്രേമിക്കുന്ന പെണ്ണിന്റെ പേര് പറയാൻ ധൈര്യമില്ലാത്ത ആളാണ് പ്രേമത്തെക്കുറിച്ച് വാദോരാതെ സംസാരിച്ചത്. ലുക്ക് മനോ, ലവ് ഈസ് സ്ക്രാപ്പ്. ആ സ്ക്രാപ്പ് ക്ലിയർ ചെയ്ത് കളയണം. അതിന് ലൈഫിൽ കൂടെ കൊണ്ടുപോകരുത്. സർ, ഞാൻ ജെനിഫർ. നിന്റെ ലവ് സ്റ്റോറി എന്താ? മനു പ്രേമിക്കുന്നത് എന്നെയാ.
ഐ ലവ് യു മനു. സൈലൻസ് സൈലൻസ് സൈലൻസ്. എന്റെ മതം അനുസരിച്ച് ഇങ്ങനെ തമ്മിൽ മോതിരം മാറ്റിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞെന്ന അർത്ഥം അറിയാവോ? എന്നാ ഇത് നമ്മുടെ സ്നേഹത്തിന്റെ അടയാളം മാത്രമാണ് മനു. എന്റെ ചേട്ടന്മാരെ സമ്മതിച്ചാൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. നീ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുമെന്ന് പ്രോമിസും ചെയ്തിട്ടുണ്ട്. സമ്മതിപ്പിക്കില്ലേ അവരെ? പ്രോമിസ് ചെയ്യ്. നിനക്കെന്താ വട്ടു പിടിച്ചോ? ഇപ്പൊ തന്നെ ഒരു 100 തവണ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര തവണ ചെയ്യേണ്ടി വരും? ശരി, ആ ടോപ്പിക്കിനെ ഡൈവേർട്ട് ചെയ്യാം. അത് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ റിങ് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോ അത് ചെയ്യണ്ടേ? അയ്യോ എന്റെ കർത്താവേ. അമ്മേ, ഇത് ജെനി. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. ചേട്ടാ, ഞാന് മനു എന്ന എന്റെ ക്ലാസ്മേറ്റുമായിട്ട് ഇഷ്ടത്തിലാണ്. ചേട്ടൻ സമ്മതിക്കുവാണെങ്കിൽ മനുവിനെ ഞാൻ കല്യാണം കഴിച്ചാണ് ചേട്ടാ. എടി, എന്താണ് നീ പറയുന്നത്? പഠിക്കാനായി കോളേജിൽ പറഞ്ഞയച്ചപ്പോ ഈ പണി ചെയ്തേക്കുന്നോ? നിന്റെ ചേട്ടൻ നിനക്ക് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. അവക്ക് പ്രേമിക്കണം പോലും അല്ലടി. ഇതൊക്കെ നീ ഒറ്റൊരുത്തൻ കാരണം. മനു, നീ എന്ത് വർത്താ നീ പറയുന്നത്? മോന് ജാതി മതം നോക്കാതെയാണ് നീ വിളിച്ചോണ്ട് വന്നത്. ഏതോ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ എങ്ങനാ? ഉള്ള മാനോ മര്യാദയും പോവില്ലേ? അമ്മേ, ഇക്കാലത്തിൽ ഈ ജാതി മതൊക്കെ നോക്കി നിൽക്കുകയാണോ? ഇതാണോ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ജെനിയെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂ. ഈ പ്രായത്തിലെ പ്രേമം എന്നൊക്കെ പറയുന്ന ടൈം ബീയിങ്ങിന് നല്ലതാ. പക്ഷെ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവില്ല. അത് നീ തന്നെ ചിന്തിക്കേ. മനുവിന്റെ നല്ല സ്വഭാവമാ ചേട്ടാ. അവൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. അത്ര വിശ്വാസമുണ്ടോ നിനക്ക്? ചേട്ടന്റെ കൂടെ ഞാൻ എത്ര ഹാപ്പി ആയിട്ടും സെക്യൂർഡ് ആയിട്ടും ഉണ്ടോ, മനുവിന്റെ കൂടെയും ഞാൻ അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടും സെക്യൂർഡ് ആയിട്ടും ഉണ്ടാവും. ആയിക്കോട്ടെ, ഒരാഴ്ചക്കുള്ളിൽ നിന്റെ കൊച്ചേട്ടൻ ദുബായിന്ന് വരുന്നുണ്ട്. അവൻ വന്നിട്ട് മനുവിനെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. താങ്ക്സ് ചേട്ടാ. ഒരു 2 മാസത്തിനകത്ത് എക്സാം കഴിയില്ലേ മോളെ? ഞങ്ങള് വീട്ടിൽ വന്ന് മുതിർന്നവരോടൊക്കെ ഒന്ന് സംസാരിക്കാം. ജീവിതം ഇപ്പം മഴവിൽ പോലെ കളർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കടാ. ജെനിയെ കണ്ടത്, ലവ്, 2 ഫാമിലിയും കല്യാണത്തിന് സമ്മതിച്ചത്, അങ്ങനെ ഇപ്പം മൊത്തം ഹാപ്പിയാടാ ജീവിതം. കണ്ണ് കിട്ടാൻ നോക്കിക്കോടാ നീ. അങ്ങനെയൊന്നുമില്ലടാ. വാടാ, നീ അകത്തോട്ട് വാ. നാളെ എനിക്ക് പ്രോജക്ട് പ്രസന്റേഷൻ ഉള്ള ദിവസം അറിയാം നിനക്ക്. എടാ, എപ്പോഴാണ് നീ ഹൈദരാബാദിൽ നിന്ന് വന്നേ? ഞാൻ രാവിലെ വന്നടാ. നീ എന്താടാ ഒരുമാതിരി ഇരിക്കുന്നേ? എടാ, ഇതെന്താ പറ്റിയത്? അതൊന്നുമില്ലടാ, കാല് തെറ്റി വീണത്. കാല് തെറ്റി വീഴാനോ? കാല് തെറ്റി വീണ കയ്യിലോ കാലിലോ ആണ് മുറിവുണ്ടാവുക. എന്താടാ പറ്റിയത്? ഒന്നുമില്ലടാ, നീ ഇവിടെ വന്നിരിക്കേ. ആരാടാ തല്ലിയത്? ഒന്നുമില്ല. ആരാടാന്നാ ചോദിച്ചേ? ഓക്കെ നന്ദു, എന്നാ ശരി, ബൈ. 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 ആരാടാ നീ? ഇവിടെ എന്താണ് ഒരു ചുറ്റിക്കളി? ഞാനിതില് വെറുതെ വന്നതാ. ഒരു കാര്യത്തിന് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. ശരി, പെങ്കൊച്ചിനെ കറക്കാൻ വന്നാണല്ല നിന്നെ. വിട്ടേക്കടാ, ഗീതയുടെ ചേട്ടനല്ലേ. എണീക്കടാ, വിട്ടേക്കടാ പ്ലീസ്. എനിക്ക് വാ പോവാം. വരാൻ വാടാ, എണീക്കടാ. എടാ, വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ഗീതയ്ക്ക് ടെൻഷൻ ആവും. സ്നേഹിച്ച് അടിക്കടാ. എടാ മനോ, കേറാ. എടാ ഞാൻ പറയുന്നത് വണ്ടി കേറാ.